ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1611. ഇന്ന് മെയ് മാസം 29-ാം തീയതി. ഈ ആണ്ടിലെ 150-ാമത്തെ ദിവസത്തിലെത്തി. എല്ലാം അറിയുന്നവനാണ് ക്രിസ്തുയേശു. എന്റെ ഹൃദയത്തെയും ഹൃദയവിചാരങ്ങളെയും ഹൃദയത്തിൽ ഒളിപ്പിച്ച സകലത്തെയും അങ്ങനെ ഒന്നുകൂടി യേശുവിനെ ഒരു ഉറപ്പിൽ പരിചയപ്പെടേണ്ടതാണ്. അത്തിമരത്തിന്റെ ചുവട്ടിൽ അവിടെയായിരുന്നു. പിന്നീട് അവിടുന്ന് എഴുന്നേറ്റ് വന്ന നഥാനിയേല് ഗുരുവിനെ നോക്കി വിസ്മയം കൊള്ളുന്നുണ്ട്. നീ എങ്ങനെ എന്നെ അറിയുന്നു? യാക്കോബിന്റെ കിണറ്റിനരികെ ഒരു പെൺകുട്ടി അത്ഭുതപ്പെടുന്നുണ്ട്. ഇവനെങ്ങനെ എന്റെ പൂർവചരിത്രം അറിഞ്ഞു? ഒരു അത്തിമരത്തിൽ നിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങി വരുമ്പോൾ സക്കായും അതിശയിച്ചിട്ടുണ്ടാവും. ഇവനെങ്ങനെ എന്റെ പേരറിഞ്ഞു? ചൂണ്ടയിട്ട് പിടിച്ച മീന്റെ വാ തുറന്ന് അതിൽ നിന്ന് നാണയമെടുക്കുമ്പോൾ പത്രോസും വാ പൊളിച്ചിട്ടുണ്ടാവും. ഇവനെങ്ങനെ അറിഞ്ഞു കടലിന്റെ ആഴത്തിൽ നാണയം വായിലൊളിപ്പിച്ചൊരു മത്സ്യമുണ്ടെന്ന്? അതെ, എല്ലാം യേശു അറിയുന്നുണ്ട്. ഒറ്റുകൊടുക്കുമെന്നും തള്ളിപ്പറയുമെന്നും ക്രൂശിക്കപ്പെടുമെന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ അവനറിയാം. കഴിഞ്ഞ കാലം അറിയാം, ഇപ്പോഴുള്ളതും വരുവാനിരിക്കുന്നതും, അങ്ങനെ സർവ്വതും അറിയാം. ഉള്ളറിയാം, ഉള്ളിലുള്ളതറിയാം. ആ യേശുവിന്റെ നെഞ്ചോട് ചെവി ചായ്ച്ചു വെച്ച് അവന്റെ അറിവുകളെ ധ്യാനിച്ച് ഹൃദയമിടിപ്പ് തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ട ശിഷ്യൻ യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ അവൻ മനുഷ്യരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. എന്റെ ഉള്ളിനെ ഏറ്റവും നന്നായി യേശു അറിയുന്നുണ്ട്. ഇരുചേവി അറിയാതെ രഹസ്യത്തിൽ ചെയ്ത ദുഷ്കർമ്മങ്ങൾ മുന്നിൽ വന്ന് തമ്പുരാന്റെ പ്രവാചകൻ വിരൽ ചൂണ്ടി അക്കമിട്ട് നിരത്തുമ്പോ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുന്നുണ്ട്. 139-ാമത്തെ സങ്കീർത്തനം ഒന്ന് കാര്യമായി നോക്കേണ്ടത് തുടക്ക ഭാഗം. എന്നെ ശോധന ചെയ്ത് ദൈവം എന്നെ പൂർണ്ണമായി അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നു. എന്റെ ഹൃദയ വിചാരങ്ങൾ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. എന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്നു. എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലാവും. അങ്ങറിയാതെ ഒരു വാക്കുപോലും എന്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. ഈ അറിവ് സത്യത്തില് ഏതൊരാളെയും അത്ഭുതപ്പെടുത്തേണ്ടതാണ്. ഏതൊരാളെ അത്രത്തോളം ദൈവം എന്നെ അറിയുന്നുവെങ്കിൽ ആ ദൈവത്തെ ഞാൻ എന്തുമാത്രം അറിഞ്ഞാണ് ജീവിക്കുന്നത്. എന്നെ അറിയുന്ന ദൈവത്തെ, എന്നെ പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് എന്റെ ഒപ്പം നിൽക്കുന്ന ദൈവത്തെ ഞാൻ തിരിച്ചറിയാതെ പോകുന്നത്. അതിലാണ് മാറ്റമുണ്ടാവുന്നത്. അങ്ങനെ ഏതൊരാൾക്കും അറിയാവുന്നൊരു ജീവിതം അറിഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ടോ ലജ്ജയോ തോന്നാത്ത വിധത്തിൽ കുലീനമായൊരു ജീവിതം നയിപ്പാനും വിളിക്കപ്പെട്ടതാണ് നമ്മൾ ഓരോരുത്തരും. വിളിച്ചതാവട്ടെ യേശു. ആമേൻ.